സദേൺ റീജിയൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺഫറൻസ് എല്ലാ 2 വർഷം കൂടുമ്പോഴും നടത്തി വരുന്ന ഒരു സംഭവമാണ്. ഇതിന് കൂടുതലും നാഷണൽ ഇവന്റ് ആണെങ്കിലും കൂടുതൽ സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സ് ആണ് കൂടുതലായി പങ്കെടുക്കാറ്. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന. ഈ 5 സ്റ്റേറ്റ്സിന്റെ ഒരു മേജർ കോൺഫറൻസ് ആണ്. ഇതിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ ആർക്കിടെക്ട്സും പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം സദേൺ റീജിയൻ കോൺഫറൻസ് നമ്മൾ കേരളമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. കേരള ചാപ്റ്ററിന് വേണ്ടി ഞങ്ങൾ കണ്ണൂർ സെന്ററാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് വൈത്തിരി വയനാട്ടിലാണ് ഈ കോൺഫറൻസ് നമ്മൾ നടത്താൻ പോകുന്നത്. 29-ാം തീയതി 30-ാം തീയതി. ഇപ്രാവശ്യത്തെ ഈ കോൺഫറൻസിന്റെ ഒരു തീം എന്ന് പറയുന്നത് ബ്രിഡ്ജിംഗ് ബൈനറീസ്. അതായത് ഈ ബൈനറീസ് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഹ്യൂമാനിറ്റി ആൻഡ് സൊസൈറ്റി എന്നൊന്നും, മറ്റൊന്ന് ഹ്യൂമാനിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്നൊന്നും. അതായത് ഈ ഹ്യൂമാനിറ്റിനെയും സൊസൈറ്റിനെയും ആർക്കിടെക്ചർ ത്രൂ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു ടോക്കിൽ വരുന്നത്. രണ്ടാമത്തത് ടെക്നോളജി എങ്ങനെയാണ് ഇതിനായി സഹായപ്പെടുന്നത് എന്നുള്ളത്. ഇതിനുവേണ്ടി ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കിടെക്ട്സിന്റെ ഒരു ടോക്കും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുമാണ് കൂടുതലും ഈ ഒരു ഇവന്റിൽ നടക്കാൻ പോകുന്നത്. ഇതിനായി നമ്മൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഒരുപാട് ആർക്കിടെക്ട്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രിസ്കർ അവാർഡ് വിന്നറായ അലയാൻഡ്രോ അരവേന എന്ന് പറഞ്ഞ ആർക്കിടെക്ട്സ് ചിലിയിൽ നിന്ന് ഇതിനായി പങ്കെടുക്കാൻ വരുന്നുണ്ട്. പ്രിസ്കർ അവാർഡ് എന്ന് പറയുന്നത് ആർക്കിടെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോബൽ പ്രൈസ് ആണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ ഒരു പ്രധാന നാഷണൽ ഇവന്റ് ആണ്. അത് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നോർത്തേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, സദേൺ റീജിയൻ, അങ്ങനെ പല റീജിയൻസ് ആയിട്ടാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ കോൺഫറൻസുകൾ വരിക. അതിന് ശേഷമാണ് ഒരു നാഷണൽ കോൺഫറൻസിൽ ഇതിൽ നിന്നെല്ലാം സ്വരൂപിച്ചിട്ടുള്ള ഇതിന്റെ അംഗസത്തകളെല്ലാം കൂടി ഒരു ചർച്ചയിലേക്ക് വരികയും അടുത്ത 2 വർഷങ്ങളിലേക്കുള്ള പോളിസി ഡയറക്ടേഴ്സിലേക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസുകളാണ് ഇത് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ സെന്ററാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കേരള ചാപ്റ്ററിന് വേണ്ടി ഇത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കണ്ണൂര് തന്നെ ചെയ്യാമായിരുന്ന, അല്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരിനിടയിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്യാമായിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. പക്ഷെ വയനാട്ടിലേക്ക് മാറാനുണ്ടായ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സമീപകാലത്ത് വയനാട്, പ്രത്യേകിച്ച് വയനാട്ടില് ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടായ പ്രകൃതി ദുരന്തവും അതിന്റെ ആഘാതവും അതിലൂടെ നഷ്ടപ്പെട്ട ജീവിതങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു നേർക്കാഴ്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സംഗതി പലപ്പോഴും മീഡിയയിലൂടെയും മറ്റ് രാഷ്ട്രീയ മുഖങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും, പ്രത്യേകിച്ച് അന്തർദേശീയ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്ന മെസ്സേജ് വയനാട് മൊത്തമായി ദുരന്തത്തിലാണ്, അല്ലെങ്കിൽ വയനാട് മൊത്തമായി ഒലിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടായതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാടിന്റെ ഒരു പ്രധാനപ്പെട്ട എക്കോണമിക് നട്ടെല്ല് എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി പൂർണ്ണമായും തന്നെ തകർന്നടിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മേപ്പാടി ഭാഗത്ത് മാത്രമല്ല, എൻറ്റയർ വയനാടിനെ അത് നല്ല രീതിയിൽ കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക്, കൃഷിക്കാർക്ക്, കച്ചവടക്കാർക്ക് ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചയുടെ തുടക്കം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ പറയുന്ന ചർച്ചകൾ തന്നെ അങ്ങോട്ടേക്ക് മാറ്റിയാൽ എന്താണ്. അപ്പോൾ ഏകദേശം 1000 അല്ലെങ്കിൽ 1200ഓളം ആൾക്കാർ, ആർക്കിടെക്ട്സ് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 500-600 അധികം റൂമുകൾ നമുക്ക് അവിടെ വയനാട് ആ 2 ദിവസം ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രാജ്യക്കാർ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെയുള്ള പല നാട്ടുകാർ, പല ദേശക്കാര് വയനാടുള്ള പല ഭാഗങ്ങളിൽ വന്ന് താമസിക്കുകയും അതിലൂടെ ഉണ്ടാവുന്ന ചർച്ചകളും അതിനുണ്ടാവുന്ന നിങ്ങളുടെ മീഡിയയിൽ നിന്നുണ്ടാവുന്ന വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും അതിലുള്ള സപ്പോർട്ടും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് നമുക്ക് എത്തിക്കാനും അതിലൂടെ വയനാടിനെ പറ്റി ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ, വയനാട് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് പക്ഷേ വളരെ ചെറിയൊരു ഭാഗത്താണ്. ആ ചെറുത് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ ആഘാതത്തെ കുറച്ച് കാണിക്കുന്ന രീതിയിലല്ല, മറിച്ച് അവരുടെ ജീവിത രീതികള്, ബാക്കിയുള്ളവരുടെ ജീവിത ശൈലികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയില്
അവിടേക്ക് ആൾക്കാർ വരിക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായതുകൊണ്ട് തന്നെ ആ ഒരു കൈത്താങ്ങ് വയനാടിന് ആവശ്യമാണ്. ഞങ്ങളാൽ കഴിയുന്നത് ഇതാ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു എന്ന് ലോകത്തിന്റെ മുൻപിൽ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് വയനാട്ടിലേക്ക് ഈ വെന്യൂ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിന്റെ ഭാഗമായി തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ പൂർണ്ണമായും ഇതേപോലെയുള്ള വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇനിയുള്ള നിർമ്മാണ രീതികൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഇപ്പൊ ടൂറിസത്തെ പറ്റി പറയുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തിനെ പറ്റി നിർമ്മിതികളെ പറ്റി പറയുമ്പോഴും ഒക്കെ ഏത് രീതിയിലും ഏത് ശൈലിയിലും ഒക്കെയുള്ള രീതിയിലാണ് നമ്മൾ അതിലേക്ക് ഇടപെടേണ്ടത്. അവിടെ ആർക്കിടെക്ട്സിന്റെ റോൾ എന്താണ്, ജനപ്രതിനിധികളുടെ റോൾ എന്താണ്, മാധ്യമങ്ങളുടെ റോൾ എന്താണ്, ഈ പറയുന്ന രീതിയിലുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഏത് മേഖലകളിൽ എങ്ങനെയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ചർച്ചകൾ പ്രധാനമായിട്ടും ക്രോഡീകരിച്ചിട്ടുള്ളത്. സിദ്ദിഖ് അദ്ദേഹവും ചീഫ് അതിന്റെ ടെക്നിക്കൽ സെഷൻസിന്റെ ഡീറ്റെയിലുകളെല്ലാം ഞങ്ങൾ ബാക്കി മറുപടികൾ പറയാവുന്നതാണ്. ഇതേപോലെ ഒരു സ്റ്റേറ്റിന്റെ ഒരു കോൺഫറൻസ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അതിന്റെ വാലിഡിറ്റി സ്ഥലം MLA